സാംസ്കാരിക വൈവിധ്യവും ചരിത്രവും എന്നൊക്കെ പറയുന്നത് അഷ്ടമുടിയുടെ, പ്രാക്കുളത്തിൻ്റെ, മൺട്രോ തുരുത്തിൻ്റെ, പെരുമണിൻ്റെയൊക്കെ ഇപ്പോൾ തിരുനെല്ലൂർ കരുണാകരനെ പോലെയുള്ള കവികൾ ജനിച്ച മണ്ണാണ് അഷ്ടമുടിയുടെ തീരം എന്ന് പറയുന്നത്. പ്രേമം മധുരമാണ്, അതിൽ വിപ്ലവമുണ്ട് എന്നൊക്കെ പറഞ്ഞ ആളാണ് തിരുനെല്ലൂർ കരുണാകരൻ. അതേപോലെ ഒട്ടേറെ ഈ പ്രാക്കുളം സമരം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ചരിത്രത്തിൽ ചെറുത്തുനിൽപ്പുകൾ ഒരുപാട് ഉണ്ടായിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. പക്ഷേ ഈ നാടിപ്പോൾ അതിജീവിക്കാൻ പ്രധാനമായും ശ്രമിക്കുന്ന രണ്ടു കാര്യങ്ങളിൽ ഒന്ന് മത്സ്യബന്ധനമാണ്, മറ്റൊന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ടൂറിസം സാധ്യതയാണ്. പക്ഷേ അപ്പോഴും നാട്ടുകാരുടെ ഒരു ചോദ്യം, ഇതൊക്കെ ഇങ്ങനെ മതിയോ എന്നൊരു ചോദ്യമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഈ സാമ്പ്രാണിക്കൊടിയിലെ ഈ ഭാഗത്ത് തന്നെ അടുത്തിടെയാണ് ഇതിനുള്ള ടൂറിസം സ്പോട്ടിൻ്റെ സാധ്യതകളൊക്കെ നമ്മൾ കണ്ടെത്തിയത്. ഇപ്പോൾ ചെറിയ വികസന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ വേണ്ടത്ര ഒരു വേഗതയുണ്ടോ എന്ന കാര്യത്തിൽ ചിലർക്കെങ്കിലും സംശയമുണ്ട്. നമ്മുടെ തൃക്കരിപ്പൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഇവിടെയുണ്ട്, സരസ്വതി അമ്മ അല്ലേ? നമസ്കാരം. കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്. RSP ഉണ്ട്. അപ്പോൾ എങ്ങനെയാ മൊത്തത്തിൽ ഇവിടുത്തെ ഒരു വികസന സാധ്യതകളൊക്കെ പഞ്ചായത്തിൽ വന്നതിന് ശേഷം? ഞാൻ മനസ്സിലാക്കുന്നത് ഈ സാമ്പ്രാണിക്കൊടി കൊണ്ട് തന്നെ കൊല്ലത്തിന് ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ്. തീർച്ചയായിട്ടും. എന്നിട്ട് എന്ത് മാറ്റം ഉണ്ടായി? നമുക്ക് വികസന പ്രവർത്തനങ്ങൾ ഇനി ധാരാളം വരേണ്ടിയിരിക്കുന്നു. ടൂറിസം പദ്ധതികളുണ്ടോ പഞ്ചായത്തിന് നമുക്ക് കിട്ടിയ പ്ലാൻ ഫണ്ട് വെച്ച് നമുക്ക് ടേക്ക് ബ്രേക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും. പിന്നീട് നമുക്ക് ചെറിയ ചെറിയ വികസനങ്ങൾ ചെയ്തു കൊടുക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. കൊച്ചു പഞ്ചായത്താണ്, തനിത് ഫണ്ടില്ല. അപ്പൊ വികസനം വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെന്റിന്റെ ശ്രദ്ധ ഇതിൽ കൂടുതലായിട്ട് വരേണ്ടതുണ്ട്. ടൂറിസം വകുപ്പിന്റെ DTPC ആണ് ഇതിന്റെ എല്ലാ ചുമതലയും വഹിക്കുന്നത്. പ്രാദേശിക ഗവൺമെന്റ് എന്നുള്ള നിലയിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് നോക്കുകുത്തിയ. അപ്പൊ ഒരു പ്രാദേശികമായിട്ടൊരു വികസനം വരുമ്പോഴേ തീർച്ചയായിട്ടും പ്രാദേശിക ഗവൺമെന്റ് അതിൽ ഉൾപ്പെടണം. അപ്പം നമുക്കിവിടെ നിന്നും ഈ ബോട്ട് 1042 പോകുന്നുവെങ്കിലും അതിൽ നിന്നൊരു വരുമാനം നമ്മുടെ തൃക്കരിപ്പൂർ പഞ്ചായത്തിന് കിട്ടുന്നില്ല. ഇല്ല, DTPC കൊണ്ടുപോവാ. ഇവിടെ വരുന്ന ആളുകൾക്ക് ബോട്ട് DTPC ഒരുക്കി അപ്പുറത്ത് കൊണ്ടുപോകും. അവിടെ പോയിട്ട് എന്താ ആക്ടിവിറ്റി ഉള്ളത്? അവിടെ ഭക്ഷണമുണ്ട്. അവിടെ ഇപ്പൊ അറിയപ്പെടുന്നതെന്ന് പറയുന്നത് നമ്മളിപ്പോ പോയി കണ്ടത് കുറച്ച് മാങ്ങാച്ചാറ്, അതുപോലെ ചെറിയ ഐസ്ക്രീം ഒക്കെ അവിടെ അതിനകത്ത് കച്ചവടം ചെയ്യുന്നുണ്ട്. അത് പാടില്ലാത്തതാണ്. ആണോ? അതെ. എന്ന് വെച്ചാൽ നമുക്ക് മാലിന്യമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രദേശത്തെയും നമ്മുടെ കണ്ടൽക്കാടിനെയും സൂക്ഷിക്കേണ്ട ചുമതല പൊതുജനങ്ങൾക്കുള്ളതാണ്. അപ്പൊ പക്ഷേ കണ്ടൽക്കാടിനുള്ളിൽ അനുവദനീയമായ ഒരു ടൂറിസം സാധ്യത നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതല്ലേ? തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താം. നമുക്ക് അതിന് കൂടുതൽ വികസനം വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു സംരക്ഷണ വലയം ഉണ്ടാകണം. അപ്പം നമുക്ക് ആൾക്കാർക്ക് അപകടം ഉണ്ടാകും. ടൂറിസം പ്ലാൻ വേണം, ഒരു സമഗ്രമായ പദ്ധതി വേണം. സമഗ്രമായ പദ്ധതി ഉണ്ട്. അങ്ങനെ ആരെങ്കിലും DPR സംഘടിപ്പിച്ചിട്ടുണ്ടോ? DPR എടുത്തിട്ടുണ്ട്, കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കത് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായും പ്രതീക്ഷിക്കാം. അപ്പൊ ഈ മണ്ഡലത്തിൽ നിന്ന് അടുത്ത MP ആരായിരിക്കും? അടുത്ത നമ്മുടെ പ്രേമേന്ദ്രനായിരിക്കും. പ്രിയപ്പെട്ട ചെറിയ സംശയമുള്ളതുപോലെ ഒരു സംശയമില്ല. നമ്മുടെ ജനനായകനായ നമ്മുടെ പ്രിയപ്പെട്ട കൊല്ലത്തിന്റെ സ്വന്തം MP, നല്ല പാർലമെന്റേറിയൻ നമ്മുടെ NK പ്രേമേന്ദ്രൻ സാർ ആയിരിക്കും ഇവിടുത്തെ MP ആയിട്ട് വരുന്നതിന്. അതിന് യാതൊരു സംശയവുമില്ല. MP NK പ്രേമേന്ദ്രന് സാധ്യത ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അത് കഴിഞ്ഞ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ കൊല്ലം പാർലമെന്റിലെ 7 അസംബ്ലി മണ്ഡലങ്ങൾ, അതിൽ ഒറ്റ അസംബ്ലി മണ്ഡലം മാത്രമാണ് UDF ജയിച്ചത്. 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം നിലവിൽ LDF-നുണ്ട്. പക്ഷേ അത് MLA-മാര് മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അതെ, MLA കൊല്ലത്ത് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ 1748 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ MLA ആണ് ഇവിടെ മത്സരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് 1748 കോടിയുടെ വികസനത്തെയാണ് മുകേഷ് മുമ്പിൽ വെക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം നമ്മുടെ കൊല്ലത്തിന്റെ നമ്മുടെ MLA എന്നുള്ള നിലയിൽ അദ്ദേഹം ചെലവഴിക്കേണ്ട പൈസ നമ്മുടെ പ്രദേശത്ത് ചെലവഴിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ചുമതലയാണ്. ചെലവഴിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആണോ? 2 മണ്ഡലത്തില് തൃക്കരിപ്പൂരും പനയവും മാത്രം. ഈ തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ ചെലവഴിച്ചിട്ടുണ്ട് LDF-ന്റെ മെമ്പർമാർക്കും മാത്രം. ആണോ? അല്ലാതെ ആർക്കും കൊടുത്തിട്ടില്ല. പനയത്തും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ശുദ്ധ അബദ്ധങ്ങൾ അവര് പറഞ്ഞു കൂട്ടുന്നത്. അതായത് 6 കോടി രൂപ എന്ന് പറയുന്നത് ഒരു MLA-ക്ക് കിട്ടുന്ന ഫണ്ടാണ്. ഈ 6 കോടി രൂപയാണ് പനയത്തും തൃക്കരിപ്പൂരിലും അവരുടെ മെമ്പർമാർക്കും മാത്രം ചെലവഴിച്ചിട്ടുള്ളത്. MP 5 ലക്ഷം രൂപ തെന്മല തൊട്ട് പിന്നെ കരുനാഗപ്പള്ളി കന്നേറ്റി പാലം വരെയാണ് MP-യുടെ ഫണ്ട് ചെലവാകുന്നത് എല്ലാവർക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. തൃക്കരിപ്പൂരിലും ഇവിടെ മാത്രം 6 കോടി നമ്മൾ മനസ്സിലാക്കണം. അല്ല, 6 കോടി രൂപ MLA കൊടുത്തു. MLA കൊടുത്തത് എവിടെ? 2 പഞ്ചായത്തിനും മാത്രം. പക്ഷേ MP എന്ന നിലയിൽ എല്ലാ പഞ്ചായത്തിനും കൊടുത്തു. എനിക്ക് തന്നു. തൃക്കരിപ്പൂർ പഞ്ചായത്തിന് എത്ര കൊടുത്തിട്ടുണ്ട്? വികസനം എന്താണെന്ന് കാണിക്കാൻ പറയൂ. ഈ മെമ്പറെടുത്ത് പ്രാക്കുളം 13-ാം വാർഡിന്റെ മെമ്പറാ. എനിക്ക് 5 ലക്ഷം രൂപ റോഡിന് തന്നു. MP തന്നു. MLA ഗോസലക്കാവ് ലൈറ്റ്, പ്രാക്കുളം ബോട്ട് കെട്ടി റോഡ് ഞാൻ MI ഫണ്ടിന് കൊണ്ട് ചെയ്യിച്ചതാ പ്രേമേന്ദ്രന്റെ. നമുക്ക് സമാധാനമായിട്ട് മുന്നോട്ട് പോവാം.
നമ്മൾ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, സമാധാനമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് അല്ലല്ല നമ്മൾ വന്നിട്ടില്ല. ഇത് പ്രധാന വരുന്നു അല്ല മെമ്പർക്ക് പാട്ട് ഇഷ്ടമാണോ? പാട്ട് ഇഷ്ടമാണ്. ഈ അഷ്ടമുടിയിലെ ഏറ്റവും നല്ല രുചികരമായ മീൻ ഏതാ? കരിമീനാ രുചികരമായ അഷ്ടമുടിയിലെ നോക്കൂ, തമാശ എന്താ അറിയോ? മെമ്പറിങ്ങനെ രാഷ്ട്രീയം പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഏതാ രുചികരമായ മത്സ്യം? രുചികരമായ കരിമീൻ നല്ല രുചികരമായ ഭക്ഷണമാണ്. ഡോക്ടർ അരുണേ, അഷ്ടമുടി ഇല്ലിപ്പം 8 മുടി എന്തിയെ 5 മുടി ഇവരെല്ലാരും കൂടെ നികത്തി എടുത്തിരിക്കുക. ആണോ? പിന്നല്ലാതെ എന്തുവാ അത് കാണിച്ചു. അല്ല മെമ്പറെ ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ മെമ്പറെ, ഈ 3 മുടികൾ ഇല്ലാതായി എന്ന് പറഞ്ഞ ഏതൊക്കെയാ? ഇവിടെ എല്ലാം നികത്തിയിരിക്കുക. എന്റെ കൂടെ വാ ഞാൻ കാണിച്ചു തരും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, പാട്ട് ഇഷ്ടമാണെന്നല്ലേ? പാട്ട് മെമ്പറുടെ പേരെന്തായിരുന്നു? ഡാഡു കോടിയിൽ. ഒരു നിമിഷം സാറേ, ഈ സാമ്പ്രാണി കോടി ഡാഡു കോടി തമ്മിൽ ബന്ധമുണ്ടോ? കോടിയിൽ എന്റെ വീട്ടുപേരാ. കോടിയിൽ വീട്ടുപേരാ. അപ്പൊ ഈ സാമ്പ്രാണി കോടിയിൽ എന്നുള്ളത് താങ്കളുടെ വീട്ടുപേരുടെ ആൾക്കാരുടെ ആണോ ഈ സ്ഥലം? ഇതെല്ലാം കോടിക്കാരുടെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് പേരുണ്ടോ ഈ കോടിയിലുള്ളവര്? ഡാഡി കോടിയിൽ ഉണ്ട്. ഡാഡു കോടിയിൽ ആൾക്കാർ തെറ്റി ഡാഡി കോടിയിലൊക്കെ വിളിക്കണ്ട. ഡാഡു കോടിയിൽ അതെ, സാമ്പ്രാണി കോടിയില് ഡാഡു കോടിയിൽ എന്ന് പറഞ്ഞു.